ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്, മുൻ അംഗം എ. അജികുമാർ എന്നിവർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഇക്കഴിഞ്ഞ ജൂലൈ 23-ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ഇരുവരും തങ്ങളുടെ അറസ്റ്റിനു ശേഷം കേസ് അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ലെന്ന് ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നു. തങ്ങളെ അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമെന്നും അറസ്റ്റ് വാർത്താ പ്രാധാന്യത്തിനു വേണ്ടി മാത്രമായിരുന്നു എന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ക്രിമിനൽ ഗൂഢാലോചന ഉന്നയിക്കാൻ തങ്ങൾക്കെതിരെ കൃത്യമായ യാതൊരു തെളിവുകളും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രധാന വാദം. കൂടാതെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ നിർമ്മാണ ആവശ്യങ്ങൾക്കായി പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം തങ്ങളുടെ ഭരണസമിതിയുടെ കാലത്തുള്ളതല്ലെന്നും മുൻപുണ്ടായിരുന്ന ബോർഡ് എടുത്ത തീരുമാനമായിരുന്നു ഇതെന്നും അതിനാൽ തങ്ങൾക്ക് വ്യക്തിപരമായ പങ്കോ ദുരുദ്ദേശമോ ഇല്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ രണ്ടാം പ്രതിയായ എ. അജികുമാറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന കാര്യവും ജാമ്യാപേക്ഷയിൽ എടുത്തു പറയുന്നുണ്ട്. സ്വർണ്ണക്കള്ള കേസിന് പുറമെ ശബരിമലയിൽ നെയ്യ് വിതരണം ചെയ്യുന്നതിനായി മിൽമയ്ക്ക് അനുകൂലമായി ടെൻഡർ നടപടികൾ മാറ്റിയെഴുതിയെന്ന വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്നുള്ള നെയ്യ് ക്രമക്കേട് കേസിലും ഇരുവരും പ്രതികളാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഉടൻ വാദം കേൾക്കും. അന്വേഷണം മന്ദഗതിയിലാണെന്ന പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങളെ പ്രോസിക്യൂഷൻ എപ്രകാരം നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വിജിലൻസ് കോടതിയുടെ തീരുമാനങ്ങൾ.